ലോകം ഒന്നാകെ ഉറ്റുനോക്കുന്ന ഒന്നാണ് ഇറാന്റെ പ്രസിഡൻഷ്യൽ തിരഞ്ഞെടുപ്പ്. മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റയീസി കൊല്ലപ്പെട്ടതിന്റെ ആഘാതത്തിൽ നിന്നും ഇറാൻ ജനത ഇനിയും പുറത്തു വന്നിട്ടില്ല. അടുത്ത പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ തയ്യാറായപ്പോഴും രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് വേവലാതിപ്പെടുന്നുണ്ട് ഒരു വിഭാഗം ജനങ്ങൾ. ഇറാനെ സംബന്ധിച്ച് കാർഷിക വ്യവസായിക രാഷ്ട്രമാണ് ഇറാൻ. പ്രധാനപ്പെട്ട കൃഷി ഇനങ്ങൾ കൃഷി ചെയ്യുന്നത് കൂടാതെ പെട്രോളിയം, ഇരുമ്പ്, ഗന്ധകം, ചെമ്പ്, ക്രോമൈറ്റ്, കറുത്തീയം എന്നിവയ്ക്കാണ് പ്രധാന ധാതു നിക്ഷേപങ്ങൾ. എണ്ണ ഉൽപാദനത്തിൽ മുൻപന്തിയിലാണ് ഇറാൻ. ഇപ്പോൾ തന്നെ ഇറാന്റെ സാമ്പത്തിക ശേഷിയെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ. എന്നാൽ രാജ്യത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഇപ്പോൾ ഇറാൻ ജനത ആശങ്കാകുലരാണ്. എന്തുകൊണ്ട്? വിശദമായി പരിശോധിക്കാം. നമസ്കാരം, ഞാൻ അക്ഷയ. ഇബ്രാഹിം റയീസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ട് ഒരു മാസത്തിന് ശേഷം രാജ്യത്തെ സ്നാബ് പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ ഇറാനികൾ വോട്ട് ചെയ്യാൻ തുടങ്ങി. പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനി ഉൾപ്പെടെയുള്ള ഇറാനിയൻ നേതാക്കൾ ഗാർഡിയൻ കൗൺസിലിന്റെ സ്വാധീനമുള്ള രാജ്യത്തിന്റെ പ്രസിഡന്റിന് വോട്ട് രേഖപ്പെടുത്താൻ വോട്ടിംഗ് കേന്ദ്രങ്ങളിൽ പ്രവേശിച്ചു. ഏകദേശം 61 ദശലക്ഷം വോട്ടർമാരാണ് ഇറാനിലുള്ളത്. 6 സ്ഥാനാർത്ഥികളെ ആയിരുന്നു ഗാർഡിയൻ കൗൺസിൽ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കാൻ അംഗീകരിച്ചത്. അതിൽ 2 പേർ ആദ്യ ബാലറ്റ് രേഖപ്പെടുത്തുന്നതിന് 24 മണിക്കൂറിനുള്ളിൽ പിന്മാറി. നിലവിലിപ്പോൾ 4 സ്ഥാനാർത്ഥികളാണ് ഉള്ളത്. മസൂദ് പെസഷ്കിയാൻ, സയ്യിദ് ജലീലി, പാർലമെന്ററി സ്പീക്കർ മുഹമ്മദ് ബഗർ, മതപണ്ഡിതൻ മുസ്തഫ പൗർ മുഹമ്മദി. നിലവിൽ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ ആശങ്ക ഉളവാക്കുന്നു. മോസ്കോയുമായും മധ്യേഷ്യൻ തലസ്ഥാനങ്ങളുമായും ഇസ്ലാമാബാദ്, ന്യൂഡൽഹി എന്നിവയുമായും ടെഹ്റാൻ മെച്ചപ്പെട്ട സാമ്പത്തിക പങ്കാളിത്തം ഉണ്ടായിട്ടും US ഉപരോധത്തിൽ ഇപ്പോഴും വിറങ്ങലിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് വോട്ടെടുപ്പിന് മുന്നോടിയായി ചില ഇറാനിയൻ പൗരന്മാർ ആശങ്ക ഉന്നയിച്ചു. ഉപരോധം ഇറാന്റെ സമ്പദ് വ്യവസ്ഥയുടെ 20% മാത്രമേ ബാധിക്കുകയുള്ളൂ എന്ന് പറയപ്പെടുന്നു. ഇറാന്റെ രാജവാഴ്ച അട്ടിമറിച്ച 1979 വിപ്ലവം മുതൽ അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള പടിഞ്ഞാറൻ രാജ്യം എണ്ണമറ്റ ഉപരോധങ്ങൾക്ക് വിധേയമായിട്ടുണ്ട്. 2022 വരെ റഷ്യ യുക്രൈനെ ആക്രമിക്കുമ്പോൾ ഇറാൻ ലോകത്തിലെ ഏറ്റവും കൂടുതൽ അനുമതിയുള്ള രാജ്യമായിരുന്നു. ഇറാനെ അന്താരാഷ്ട്ര തലത്തിൽ ഒറ്റപ്പെടുത്താനും അതിന്റെ സമ്പദ് വ്യവസ്ഥയെ തളർത്താനും ലക്ഷ്യമിട്ടുള്ള ഈ ഉപരോധങ്ങൾ രാജ്യത്തിന്റെ വ്യോമയാന മേഖലയെ പ്രത്യേകിച്ച് വിനാശകരമായി ബാധിച്ചു. ടെഹ്റാനിലെ താജ്രീഷ് മാർക്കറ്റിൽ നിന്ന് സംസാരിച്ച മുഹമ്മദ് മെഹിദി എന്ന വിദ്യാർത്ഥി തിരഞ്ഞെടുപ്പിന് ശേഷം ഉന്നത വിദ്യാഭ്യാസത്തിന്റെ മെച്ചപ്പെട്ട അവസ്ഥ പ്രതീക്ഷിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ ചെലവ് ഒരു വിദ്യാർത്ഥി എന്ന നിലയിൽ തന്റെ വെല്ലുവിളിയാണ്. അത് അതിവേഗം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഉന്നത വിദ്യാഭ്യാസത്തിലേക്കുള്ള എളുപ്പ വഴിയാണ് താൻ പ്രതീക്ഷിക്കുന്നതെന്നും അതൊടുവിൽ മെച്ചപ്പെട്ട സാമ്പത്തിക സ്ഥിതിയിലേക്ക് നയിക്കുമെന്നും ആ വിദ്യാർത്ഥി പറഞ്ഞു. പശ്ചിമേഷ്യയിലെ മൊത്തത്തിലുള്ള സ്ഥിരതയ്ക്കായി ബീജിംഗിലെ മധ്യസ്ഥതയോടെ ഇറാൻ 2023 മാർച്ചിൽ സൗദി അറേബ്യയുമായുള്ള ബന്ധം പുനഃസ്ഥാപിച്ചു. എന്നാൽ ഏപ്രിലിൽ ഇസ്രായേൽ ആക്രമണത്തിൽ സിറിയയിലെ എംബസി ആക്രമിക്കപ്പെട്ടതിന് ശേഷം ഈ വർഷം ആദ്യം ടെഹ്റാൻ ഇസ്രായേലിനുള്ളിൽ മിസൈലുകൾ വിക്ഷേപിച്ചു. ഗാസയിലെ ഇസ്രായേൽ ബോംബ് ആക്രമണങ്ങൾക്കിടയിൽ മേഖലയിൽ വലിയ സംഘർഷം രൂക്ഷമായിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ ഇറാൻ ബന്ധമുള്ള മിലിഷ്യ നടത്തിയ ആക്രമണങ്ങളാണ് പ്രക്ഷുബ്ധമായ പ്രധാന ഉറവിടം.